കാര്യം. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോട് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് അല്പസമയത്ത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഹല്ലേലൂയ ഞാൻ ഇന്ന് പൽക്കാലം നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഹല്ലേലൂയ ആമേൻ. നമുക്കൊരു വേദഭാഗം തുടക്കത്തിൽ വായിക്കാം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സസ് 21 through 22. ആമേൻ. അത് ഒരാൾക്കൊന്ന് വായിക്കാമോ? പുറപ്പാട് പുസ്തകം 14 അധ്യായം അതിൻ്റെ 21 മുതൽ 22 വരെയുള്ളതായ വേദഭാഗം. മതി. One of you please read that in English also. Okay, go ahead. Then Moses stretched out his hand over the sea, and all that night the Lord drove the sea back with a strong east wind and turned it into dry land. The waters were divided, and the Israelites went through the sea on dry ground with the wall of water on their right and on their left. Amen. Praise the Lord. So we know the story. Amen. This is a very familiar story. So even all the Sunday school children, hallelujah, they know about this story. Hallelujah. But this morning I want to talk about, hallelujah, a God. The God. The God of last minute. Hallelujah. അവസാന നിമിഷത്തിലെ ദൈവം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ നിങ്ങളോട് അല്പസമയം നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. The God of last minute. Praise the Lord. So what is the time now? According to that clock is 11:42, right? 11:42. എന്നാൽ നമ്മുടെ ക്ലോക്ക് പലപ്പോഴും നമ്മൾ അനുസരിക്കുന്നത് പോലെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമുക്ക് വേണ്ടി ഓടുന്നില്ല എന്ന് നമ്മൾ തോന്നിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്ത ഒരു സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ ചിന്ത. ആമേൻ. ഹല്ലേലൂയ. So what I am trying to say is, many times we think the time is going like not favoring us. It is not going along with you. Praise the Lord. Hallelujah. Things are happening against your will. Things are happening against your plan. Hallelujah. But I want just today, hallelujah, introduce a God, one who works even at the last moment. Praise the Lord. Hallelujah. Even at the last moment, very end, hallelujah, even at that moment our God can do. Praise the Lord. So that's what I want to talk about today. Hallelujah. നമ്മൾ വായിക്കുമ്പോൾ, hallelujah, when we talk about the people of Israel, they were in captivity. They were in bondage. They were under the control of Pharaoh. Hallelujah. ഫറവോൻ്റെതായ അടിമത്തത്തിലായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. Hallelujah. They were, like slaves. They were, working like slaves there. Hallelujah. But they were working for, and they were, praying for a deliverance. Praise the Lord. ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. We know the story. Hallelujah. നമുക്കറിയാവുന്നതുപോലെ, hallelujah, at the due time, hallelujah, God has sent Moses as a deliverer, hallelujah, to talk to the Pharaoh, hallelujah, according to the leadership of the Almighty God. Hallelujah. Pharaoh went to the palace, one after another. Hallelujah. He was able to deliver these people through these plagues and everything. Hallelujah. He was able to deliver these people under the bondage of the slavery.
പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവ് വഴി തുറന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വിഷയം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം 14 ഹല്ലേലൂയ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 14:1 നമ്മൾ വായിക്കുമ്പോൾ 14:10 നമ്മൾ വായിക്കുമ്പോൾ ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ട ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. As Pharaoh approached, the Israelites looked up and the Egyptians marching after them. They were terrified and cried out unto the Lord. They were terrified and they cried unto the Lord. Hallelujah. So you have to remember, they are heading towards the promised land. They are heading towards their blessing. They are heading towards their, hallelujah, deliverance. Hallelujah. But now, hallelujah, after them Pharaoh and his chariots and all his armies are chasing them. Praise the Lord. Hallelujah. They thought they are going to end their life there. Right there. Hallelujah. They were in a trap. ഹല്ലേലൂയ. അവിടെ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. അവർ ചിന്തിച്ചത് they were in a trap. ഹല്ലേലൂയ. അവർ കുടുങ്ങിപ്പോയി, അവർ നശിച്ചു പോയി. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ എന്നെ അലട്ടുന്ന, നിങ്ങളെ അലട്ടുന്ന, നമ്മൾ ചിന്തിക്കുന്നത് ട്രാപ്പിലായി പോയല്ലോ എന്ന് ചിന്തിക്കുന്നതായ സമയത്ത് ഹല്ലേലൂയ, even at the end of the moment, ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ നാം നമ്മുടെ ഭാഗത്തൊന്ന് ചെയ്യേണ്ടത് ഒന്ന് മാത്രം ചെയ്താൽ മതി. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. Submit yourself for the plan of God. Hallelujah. If you are standing away from the presence of God, if you are standing against the plan of God, hallelujah, God cannot do anything for you. Praise the Lord. Hallelujah. നാം ദൈവഹിതത്തിന് വഴങ്ങിക്കൊടുക്കുന്നില്ലെങ്കിൽ, hallelujah, if you are not submitting yourself under the plan of God, even God Almighty, He will not be able to do anything for you and me. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, ഇവിടെ നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നതായ ഒരു കാര്യം, ഹല്ലേലൂയ, അവർ മോശയോട് അങ്ങനെ they were terrified. എന്നിട്ട് അവരോട്, അതായത് മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. They said to Moses, was it because there were no graves in Egypt that you brought us to the desert to die? Hallelujah. What have you done to us by bringing us out of Egypt? Hallelujah. ഈ മരുഭൂമിയിൽ കടന്ന് ഞങ്ങൾ മരിച്ചു പോകുവാനായിട്ടാണോ, അവിടെ ശവക്കല്ലറയോ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, മോശയോട് അവർ പരാതി പറയുന്നത് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്നത്, ഹല്ലേലൂയ, അവർ വന്നിട്ട് പറയുകയാണ്, ഈവൻ, ഹല്ലേലൂയ, ട്രാപ്പില എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ മോശയോട് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? അവർ മോശയോട് പറയുകയാണ്, 12-ാമത്തെ വാക്യം വായിച്ചേ. എന്നാൽ മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം. എന്താണ് പറയുന്നത്? ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളെ ഒന്ന് പറഞ്ഞു വിടുക. ഇവിടെ ഒന്ന് പറഞ്ഞു വിടുക. ദൈവമേ, ഹല്ലേലൂയ, ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ, ഹല്ലേലൂയ, മോശ മുഖാന്തരം, കർത്താവിൻ്റെതായ പ്രവൃത്തി മുഖാന്തരം പ്രവർത്തിച്ച് ഇവിടം വരെ കൊണ്ടുവന്നത് നിങ്ങളെ മടക്കി അയക്കുവാനായിട്ടല്ല, ഹല്ലേലൂയ, നിങ്ങളെ തിരിച്ചയക്കുവാനായിട്ടല്ല. ലാസ്റ്റ് മിനിറ്റ്, ഹല്ലേലൂയ, ട്രാപ്പ് എന്ന് തോന്നിയതായ സമയത്ത്, അവൻ നശിച്ചു പോയ എന്ന് തോന്നിയതായ സമയത്ത് നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണമാണ് എന്റെ കർത്താവ് നിങ്ങൾ അവിടെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അവർ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെതായ വചനത്തിന് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണമുള്ളത്, നമ്മുടെ ദൈവം, ഹല്ലേലൂയ, അവൻ കർത്താവിന് പ്രവർത്തിക്കുവാൻ അധികം സമയം വേണ്ട.
Hallelujah. കർത്താവിന് പ്രവർത്തിക്കുക. He doesn't need much time to work for you and me. Hallelujah. He doesn't need, hallelujah, കർത്താവ് പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് അവർ പറയുകയാണ്, ഞങ്ങളെ പറഞ്ഞു വിടും, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശ പോയി, ഞങ്ങളുടെ പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ടു. അവർ ഒരു വകയ്ക്കും അവർ ഒരു തരത്തിലും ആശയ്ക്ക് വകയില്ല. കാരണം ഞങ്ങൾ മുൻപോട്ട് പോകാൻ തക്കവണ്ണം കഴിയത്തില്ല. ഹല്ലേലൂയ. അവിടെ ചെങ്കടലാണ്. Praise the Lord. Hallelujah. We cannot move forward. We cannot move ahead. Hallelujah. Because the roaring Red Sea is there. Hallelujah. We cannot go either side because of the mountain. Hallelujah. They cannot escape from there but backward. Hallelujah. They are looking at the chariots of the Pharaoh. They are looking at the army of the Pharaoh. They are trapped. They said, they thought, hallelujah, they are trapped and they are going to destroy there. And that's why they said, hallelujah, just let us go back. എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനത്തിന് പറയുവാൻ തക്കവണ്ണമുള്ളതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അവിടെ നമ്മൾ വായിക്കുന്നത്, ആ വേദഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. വായിച്ചത് എന്താണ്? എന്നാ മോശ കടലിനും അവർക്ക് മേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ അക്കരയ്ക്ക് കടന്നുപോയി. ഹല്ലേലൂയ. എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ ദൈവം even, hallelujah, he can work even in the last minute. Hallelujah. Praise the Lord. അവിടെ നമ്മൾ വായിക്കുന്നത്, hallelujah, മോശയുടെ നേതൃത്വത്തിൽ, ഹല്ലേലൂയ, ആമേൻ, മോശ കർത്താവ് യഹോവയായ ദൈവം പറഞ്ഞതിനനുസരിച്ച്, ഹല്ലേലൂയ, ആമേൻ, then Moses stretched out his hand over the sea, and all that night the Lord drove the sea back with a strong east wind and turned into the dry land. The waters were divided. Hallelujah. The Israelites went through the sea on dry ground. കഴിഞ്ഞ മിനിറ്റ് വരെ എങ്ങനെയായിരുന്നു ഇത്? കഴിഞ്ഞതായ സന്ദർഭത്തിൽ നമ്മൾ വായിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ഇത്? ഹല്ലേലൂയ. ഈ കടല് ഇളകി മറിയുന്ന കടലായിരുന്നു. ഇളകി മറിയുന്ന റോറിംഗ് സീ. ഹല്ലേലൂയ. ആമേൻ. കടന്നു പോകുവാൻ തക്കവണ്ണം, അടുക്കുവാൻ തക്കവണ്ണം കഴിയാത്തതായ ഒരു കടലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് വൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമേ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടുന്ന, നമ്മുടെ മനസ്സിനെ അലട്ടുന്ന, ആമേൻ, ജീവിതത്തെ അലട്ടുന്ന, കുടുംബത്തെ അലട്ടുന്ന, ഹല്ലേലൂയ, ആരോഗ്യത്തെ ആമേൻ അലട്ടുന്ന പ്രയാസങ്ങളുടെ മുമ്പിൽ, ഹല്ലേലൂയ, ഇന്ന് വൽക്കാലം ദൈവത്തിൻ്റെതായ സന്നിധിയിൽ ദൈവം, നമ്മുടെ ദൈവം, ഹല്ലേലൂയ, ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവിടെ നമ്മൾ ആ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഹല്ലേലൂയ, അവര്, ഹല്ലേലൂയ, ചെങ്കടലിലൂടെ നടന്ന്, പ്രൈസ് ദി ലോർഡ്, ചെങ്കടലിലൂടെ നടന്ന് മറികടക്കുവാൻ, അതിനെ അക്കരയ്ക്ക് പോകുവാൻ കർത്താവ് കൃപ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമേ, എനിക്ക് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണമുള്ളതായ ഒരു സംഗതി, ഹല്ലേലൂയ, ആമേൻ, നമുക്കെതിരെ കടന്നു വന്ന പ്രതിസന്ധികളെ നോക്കിയിട്ട് ഓടിപ്പോവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മടങ്ങിപ്പോവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ആമേൻ, ഞാൻ എൻ്റെ യാത്ര തീർക്കുകയാണ്, ആമേൻ, ഇനി പറ്റുകയില്ല എന്നല്ല ചെയ്യേണ്ടത്, ഞാൻ കടന്നു പോകും. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിക്കുകയുണ്ടായല്ലോ, വിത്ത് മൈ ഗോഡ് ഐ ക്യാൻ മൂവ് ഫോർവേഡ്. അത് ദൈവം എന്നെ സഹായിച്ചാൽ എനിക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. ആമേൻ, ഇറ്റ് ഈസ് വെരി ഈസി ടു ഗിവ് അപ്പ്, അല്ലേ? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വേണ്ട എന്ന് പറയുവാൻ തക്കവണ്ണം എളുപ്പമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതുവരെയും ദൈവത്തിൻ്റെതായ പ്രവൃത്തി എന്ത് വർഷങ്ങളായി പ്രവർത്തിച്ചത്, ഹല്ലേലൂയ, ഇവിടം വരെ കൊണ്ടുവന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെതായ പ്രവൃത്തി വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയുവാൻ തക്കവണ്ണമുള്ളത് ഇതുപോലെ തന്നെയുള്ളതായ ഗോഡ് ഓഫ് ലാസ്റ്റ് മിനിറ്റ്. നമുക്കറിയാം, when we come to the book of Genesis chapter 22, we know the story. Abraham and Isaac.
Praise the Lord. Hallelujah. Abraham was without a son, without any kind of generation. തലമുറകളില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും, മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. At the last moment, even at the end of age, we could say, hallelujah. He was given, Isaac as a son. Hallelujah. Kartava, Yehovah Devam. Hallelujah. Isahakine, Maganai, Nolgunda, Namakavadakan, Takavanakani. When we come, this 22nd chapter, the verse 2 says, അപ്പോൾ ദൈവമായ കർത്താവ് അവനോട് ചോദിക്കുന്നതായ അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? രണ്ടാമത്തെ വാക്യം. Amen. Praise the Lord. അവിടെ എന്താ പറയുന്നത്? അവിടെ വായിക്കുന്നത്, then God said, take your son, your only son, whom you love, Isaac, and go to the region of Moriah, sacrifice him. There is a burnt offering on as a burnt offering on a mountain. I will show you. So take your begotten son, take your only son, praise the Lord, to the Mount Moriah, hallelujah, and offer him as a burnt offering. Praise the Lord. Hallelujah. We know the story. I don't want to get into the details of the story. We know the story. Hallelujah. As they are, going towards the place of offering. Sacrifice. Hallelujah. Hallelujah. When we come to the 5th and 6th verse, he says, Abraham പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം എന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തൻ്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നതായിട്ട് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. So Abraham is talking to the servants. Hallelujah. He said to his servant, stay here with the donkey, and while I and the boy go over there, we will worship and we will come back to you. Praise the Lord. Hallelujah. നമുക്കറിയാം അവരങ്ങനെ കടന്നു പോകുന്നതായ വേളയിൽ, ഹല്ലേലൂയ, അബ്രഹാമിന്റെ മകനായിരിക്കുന്നതായ ഇസഹാക്ക് ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്. Hallelujah. The 7th verse. അപ്പോൾ ഇസഹാക്ക് അവനോട് ചോദിക്കുകയാണ്, തൻ്റെ അപ്പനായ അബ്രാഹാമിനോട്, അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിൽ ആട്ടിൻകുട്ടി എവിടെ? ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഹല്ലേലൂയ നമ്മുടേതായ ഭാവനയിൽ കൊണ്ടുവരിക. they are heading towards the place of sacrifice. Hallelujah. Amen. So this was a son. Hallelujah. Abraham waited so long. Amen. Hallelujah. Many years. Both of them. Hallelujah. Abraham and Sarah. Hallelujah. They were waiting for this son. Hallelujah. Now, hallelujah, the word of God. The word of God is coming to them. Hallelujah. Take this son and hallelujah, take it as a sacrifice. Hallelujah. അവനെ കൊണ്ടുവന്ന് യാഗമാക്കുവാൻ തക്കവണ്ണം കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പോകുന്നതായ മകനും ചോദിക്കുന്നതായ ചോദ്യമുണ്ട്, അപ്പ നമ്മൾ ആരാധനയ്ക്കാണ് കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം പറയട്ടെ. നാം ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് അർപ്പിക്കുവാൻ എന്തെങ്കിലും കൊണ്ടുവരണം.
Praise the Lord. When you come to the presence of the Lord to offer, when you come to the presence of the Lord to worship, you have to bring something to offer in the presence of God. Hallelujah. We have to bring something. Hallelujah. I mean the whole thing. I'm not talking about the material thing. Hallelujah. I mean, when you come to the presence of God, we have to have something to offer. Something to offer means our whole heart, offering. Hallelujah. Our whole heart sacrifices in the presence of God. പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്നേഹിച്ച ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞാൽ ഹല്ലേലൂയ മറ്റൊന്നും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. Isaac knew about offering. Isaac knew about sacrifice. We cannot go without a lamb. We cannot do any kind of sacrifices there. That's why he's asking, coming up with this question, Papa, where is the lamb? We are going for sacrifice, but we don't have, the lamb. We don't have the animal to sacrifice. Where are we going to get it? But, Daddy is saying, God will, provide at the right moment. Praise the Lord. We know the story. Hallelujah. കഥ നമുക്ക് നന്നായിട്ട് അറിയാം. Hallelujah. ഞാൻ വിചാരിക്കുന്നു ഇന്ന് രാവിലെ ഇതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. Hallelujah. ഈ തന്റേടമുള്ളതായ മകനെയാണ് ഹല്ലേലൂയ ഐസക് എന്ന് പറയുന്നത്. തന്റേടം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ബലമുള്ളതായ ഒരു മകനാണ്. അപ്പച്ചനെ സംബന്ധിച്ചോളം 100 വയസ്സായി അല്ലേ? അപ്പച്ചനെ സംബന്ധിച്ചോളം 100 വയസ്സായി വേണമെങ്കിൽ തട്ടിമാറ്റിയിട്ട് ഓടിപ്പോകാമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ആ മകൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, അവനെ പിടിച്ചു കെട്ടി. ഹല്ലേലൂയ. അവൻ യാഗപീഠത്തിൽ ഏൽപ്പിക്കുന്നത് വരെയും കൊണ്ടു ചെല്ലുന്നത് വരെയും ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനോഭാവം. Praise the Lord. ഞാൻ പറഞ്ഞു വരുന്നത് ഹല്ലേലൂയ അങ്ങനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഹല്ലേലൂയ. അവിടെ ഞാൻ പറയട്ടെ, if you are able to submit yourself, if you are able to yield yourself, hallelujah, if you are able to surrender yourself as a living sacrifice in the presence of God, when you come to the presence of God, hallelujah, God will do wonderful and miraculous things even at the last moment. Praise the Lord. Hallelujah. Amen. Amen. ഒരു മിനിറ്റ് താമസിച്ചെങ്കിൽ ഹല്ലേലൂയ അതായത് അബ്രഹാം ഉയർത്തിയതായ കത്തി ഒന്ന് പൊക്കിയിട്ട് താഴെ വരേണ്ടതായ സമയം മാത്രമേ ഉള്ളൂ ഇവന്റെ ജീവൻ പോകാൻ. അല്ലേ? ഉയർത്തിയതായ കത്തി താഴെ വരേണ്ട സമയം മാത്രമേ ഉള്ളൂ ഇവന്റെ ജീവൻ പോകാൻ. ഹല്ലേലൂയ. Within that split of a second, God is working at the last moment. Split of a second. God is working for them. The same God we are worshiping today. How many of you believe? എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. അബ്രഹാമിന്റെ ദൈവം പാടാറുണ്ട്. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ആ ദൈവം നമ്മുടെ ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. We are worshiping the same God, the God of Abraham, the God of Isaac and Jacob. Hallelujah. The same God we are worshiping. The same God is, hallelujah, He is same yesterday, today and forever. Hallelujah. He has done wonderful things at that moment for them. He is able to do for you even today. Praise the Lord. ഇന്ന് പൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമേ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത്, നാം ആരാധിക്കുന്നത്. Hallelujah. നമുക്ക് we know the rest of the story. I don't want to get into the detail. Hallelujah. At the last moment, hallelujah, നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? Hallelujah. ആ വേദഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ hallelujah നമ്മൾ വായിക്കുന്നത് hallelujah കർത്താവ് യഹോവയായ ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ
എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവരിക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. Praise the Lord. Hallelujah. Do not lay a hand on the boy, he said. Do not do anything to him. Now I know that you fear God, because you have not withheld from me your son, your only son. He did not withhold. Hallelujah. Amen. നിന്റെ മകനെ എനിക്ക് തരുവാൻ നീ മടിക്കാത്തത് കൊണ്ട്, അവനെ മാറ്റി വയ്ക്കാത്തത് കൊണ്ട് ഞാൻ അറിയുന്നു, ഹല്ലേലൂയ, നീ എന്നെ സ്നേഹിക്കുന്നെന്ന്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? നാം ദൈവത്തെ സ്നേഹിച്ചാൽ, നാം ദൈവത്തെ പിൻപറ്റിയാൽ, കർത്താവിൻ്റെതായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, അല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത്തെയും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം. Praise the Lord. ദൈവത്തെ സ്നേഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമോ? ദൈവത്തിൻ്റെതായ സന്നിധിയിൽ ദൈവത്തിന് വേണ്ടി ദൈവത്തെ, ഹല്ലേലൂയ, നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് അനുവദിക്കാൻ പറ്റുമോ? ഇന്ന് നമ്മുടെ കുഴപ്പം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച, അത് ശനിയാഴ്ച ഞാൻ പറയുന്നത് പോലെ, ഞാൻ ഓർപ്പിച്ചതുപോലെ, നമുക്കിപ്പോൾ ഒത്തിരി നോളജ് ഉണ്ടല്ലേ. We have lot of knowledge. We have lot of experiences. I mean, probably not personal, probably experience from our friends, our colleagues. Hallelujah. We have a lot of experiences. Hallelujah. And we have a lot of, logics also. Amen. ഒത്തിരി യുക്തികളുണ്ട്, ഒത്തിരി അനുഭവങ്ങളുണ്ട്. അനുഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം അനുഭവമല്ലായിരിക്കാം, മറ്റുള്ളവരിൽ നിന്നുള്ള ലഭിച്ചതായ അനുഭവമായിരിക്കാം. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കർത്താവിനെ അനുവദിക്കാൻ, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അനുവദിക്കത്തില്ല. ഇതാണ് നമ്മുടെ കുഴപ്പം. ഇതാണ് നമ്മുടെ കുഴപ്പം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, ദൈവജനമേ, ഹല്ലേലൂയ, ദൈവജനത്തിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ അനുവദിച്ചാൽ, ദൈവത്തിന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം അനുവാദം കൊടുത്താൽ, അവൻ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആരും മിണ്ടുന്നില്ലല്ലോ. അവൻ ദൈവത്തിന് പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കണം. നമ്മൾ പ്രൈസ് ദി ലോർഡ്, അനുവാദം കൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു കാര്യം കൂടെ ഞാൻ അതിനോടൊപ്പം, ഞാൻ 5 പേരുടെ കാര്യമാണ്, ഒത്തിരി കാര്യങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ പ്രവർത്തിച്ച അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തിയെ കൂടെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നിർത്തുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 42 മുതലുള്ളതായി വേദഭാഗം. Gospel according to Luke, chapter 23, verse 42 and 43. Amen. So you know the story. Jesus was crucified among with the other 2 criminals. അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിനെ മറ്റ് 2 കള്ളന്മാരോടൊപ്പം ക്രൂശിച്ചതായിട്ട് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇവരെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, when you talk about these criminals, when you talk about these thieves, those who are crucified along with our Lord Jesus Christ, to begin with, they all started to mock. They all started to ridicule Jesus Christ. That's what we read from the Matthew's Gospel. Hallelujah. So അവിടെ നമ്മൾ വായിക്കുന്നത് അങ്ങനെ തന്നെ. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ വാക്യം, Matthew chapter 27, verse 44, it says, hallelujah, in the same way the rebels who were crucified with him also heaped and insulted him. Hallelujah. അപ്പോൾ അങ്ങനെ തന്നെ, ഹല്ലേലൂയ, അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും യേശുവിനെ എന്ത് ചെയ്തു? നിന്ദിച്ചു.
They ridiculed him. They made mockery out of him. Hallelujah. They were talking. The people, those who are walking by looking at this crucifixion scene. Hallelujah. They were mocking at Jesus. Hallelujah. Even the criminals, even these thieves, they were started, make mockery about our Lord Jesus Christ. But man, hallelujah, when we come to the Luke's Gospel, chapter 23 verse 42 and 43, he says, hallelujah, pinne avan nammal vaayikkunnathu, then he said, Jesus, remember me, ye came into your kingdom. Hallelujah, അവിടെ വായിക്കുന്നത്, യേശുവേ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് എന്താണ് അവിടെ സംഭവിച്ചത്? They were hanging on the cross. They were hanging on the cross. Hallelujah. They started to ridicule our Lord Jesus Christ. But later, one of them, we don't know, either from the left side or right side, we don't know. One of the thieves, he converted into, his mind has been transformed. Hallelujah. He realized that Jesus is the Son of God. Hallelujah. അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. He realized, he acknowledged that he is going to get the, hallelujah, kingdom. He is going to be the king. Hallelujah. He acknowledged Jesus Christ. He acknowledged, he realized, hallelujah. Now he is saying, hallelujah, കർത്താവേ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. Jesus answered him, truly I tell you, today he will be with me in paradise. See, at the very moment, at the very last moment, we know the story of Judas, right? Judas, one who betrayed Jesus. We know the story of the Jesus. Judas, he walked along with Jesus Christ. Wherever Jesus went, he walked with Jesus Christ. Hallelujah. He has seen miracles after miracles that Jesus was performing. Hallelujah. But what happened at the moment, at the end? What happened? He lost his paradise. But look at this thief. Look at this criminal. He got the paradise at the very end moment. Praise the Lord. ഇതാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. യൂദാസ് കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. കർത്താവ് ചെയ്തത്, കർത്താവ് പറഞ്ഞത്, കർത്താവ് പഠിപ്പിച്ചത് എല്ലാം കേട്ട വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു കർത്താവിന്റെ കൃപയിൽ നടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലാസ്റ്റ് വരെ നിൽക്കുവാൻ തക്കവണ്ണം കഴിയുന്നു എന്നുള്ളതാണ് ചോദ്യം. If you are able to stand firm for the faith that he started with God, with Jesus, till the end, that is the question. That's a very important thing. But now, this criminal, hallelujah, this thief, hallelujah, he was not aware of whatever that Jesus did, hallelujah, in his ministry. But at the last moment, hallelujah, he was able to acknowledge that Jesus is the Redeemer. He was able to acknowledge, he was able to realize, hallelujah, Jesus is, hallelujah, one who gave, hallelujah, the eternal life, and he acknowledged it, and he was able to receive it. Hallelujah. അവനത് മനസ്സിലാക്കി അവസാനത്തെ മിനിറ്റിൽ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് അവൻ പറയുന്നത് ഇങ്ങനെയാണ് യേശുവിനോട്, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത്, അങ്ങനെയാണ് ഞാൻ ഒന്ന് പരിഗണിക്കാം എന്നാണ് പറഞ്ഞേ. ഞാനൊന്ന് പരിഗണിക്കാം, ഞാനൊന്ന് നോക്കട്ടെ എന്നല്ല പറഞ്ഞത്. നീ ഇന്ന് Praise the Lord. ഇന്ന് ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവമേ, ഇന്ന് നിങ്ങൾക്കുള്ളതായി വിടുതലിന്റെ ദിവസമാണ്. Today is the day that you are going to get your deliverance. You are to get your remedy. You are going to get solution for your problem. Today, not tomorrow. Today, hallelujah, ഇന്നൊരു പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയും?
ഹല്ലേലൂയ. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഈവൻ ഇൻ ദ ലാസ്റ്റ് മിനിറ്റ്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയും. അതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിന്ന് ഹല്ലേലൂയ ദാനിയേലിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം കടന്നു വന്നതാണ്. അതുപോലെ തന്നെ ഹല്ലേലൂയ മറ്റു പലരെ കുറിച്ച് എനിക്ക് പറയുവാൻ തക്കവണ്ണം ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇവിടെ നിർത്തട്ടെ. നമ്മുടെ ദൈവം, ഹല്ലേലൂയ, ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ, ഹല്ലേലൂയ, our God of last minute. ഹല്ലേലൂയ. നാം പ്രവർത്തിക്കുന്ന, നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പൽക്കാലം കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിക്കുവാനും കർത്താവ് ഇടയാക്കുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Going to spend some time in praise and worship.